വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഫ്ലേക്സിന് വേണ്ടിയിട്ടുള്ള ചില പ്രോഡക്ട്സ്, അത് ഫ്ലേക്സിന് വേണ്ടി ഇറക്കിയ പ്രോഡക്ട്സ് അല്ല, പക്ഷേ ഫ്ലേക്സിന് വർക്കാവും എന്ന് ഞാൻ മനസ്സിലാക്കിയ ചില പ്രോഡക്ട്സാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്കുള്ളത് ഡാൻഡ്രഫ് ആണോ അത് ഫ്ലേക്സ് ആണോ എന്ന് അറിയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡാൻഡ്രഫ് എന്ന് പറയുമ്പം ഓയിലിയും ആയിരിക്കും, ഒരു മഞ്ഞ കളറും ആയിരിക്കും, ഒരു യെല്ലോയിഷ് കളറായിരിക്കും. പക്ഷേ ഫ്ലേക്സ് എന്ന് പറയുമ്പം ഭയങ്കര ഡ്രൈ, ഒരു പൗഡറിൻ്റെ ഒരു തരിതരി പോലെ, അത് നല്ല ഡ്രൈ ആയിരിക്കും, വൈറ്റ് കളറായിരിക്കും. ഞാൻ ഒരുപാട് തപ്പി നോക്കിയിട്ടുണ്ട് ഫ്ലേക്സ് മാറാൻ വേണ്ടിയിട്ടുള്ള കുറേ പ്രോഡക്ട്സിനെ പറ്റി. പക്ഷേ മിക്ക ബ്രാൻഡ്സും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡാൻഡ്രഫിനെ ആയിരിക്കും. ഫ്ലേക്സിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഒരു പ്രോഡക്റ്റ് ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. If you have found some products like that, please mention in the comments. അപ്പം ഞാൻ തപ്പി നോക്കിയപ്പം എനിക്ക് കിട്ടിയത് എല്ലാം ഡാൻഡ്രഫിന് വേണ്ടിയുള്ള പ്രോഡക്റ്റ്സാണ്, ആൻറ്റി ഡാൻഡ്രഫിന് വേണ്ടിയുള്ള പ്രോഡക്റ്റ്സാണ് കിട്ടിയത്. പക്ഷെ ഞാനത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതിൽ ചില പ്രോഡക്റ്റ്സ് എനിക്ക് നല്ലപോലെ വർക്കായി. ആ പ്രോഡക്റ്റ്സിനെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് മിനിമലിസ്റ്റിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു ആൻറ്റി ഡാൻഡ്രഫ് സിറമാണ്. ഇത് ഡാൻഡ്രഫിന് വേണ്ടിയാണ് സ്പെഷ്യലി അവർ ചെയ്തിട്ടുള്ളതെങ്കിലും നമുക്കിത് ഫ്ലേക്സിന് വേണ്ടി യൂസ് ചെയ്യാം. ആൻറ്റി ഡാൻഡ്രഫ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് കൂടെ മോയ്സ്ചറൈസിങ് ഷാമ്പൂ പോലെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ലൈക്ക് ബാലൻസ് ചെയ്യാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അത് ഞാൻ കണ്ടുപിടിച്ചൊരു ഹാക്കാണ്. എനിക്കത് വർക്കാവുന്നുണ്ട്, നിങ്ങൾക്കും വർക്കാവുന്ന ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. മിനിമലിസ്റ്റിൻ്റെ CPH കോംപ്ലെക്സ് പ്ലസ് ഒലിഗോപെപ്റ്റൈഡാണ്. ഒരു ആൻറ്റി ഡാൻഡ്രഫ് സിറമാണ് വിത്ത് ഒരുപാട് കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ട്രീറ്റ്സ് ഡാൻഡ്രഫ് ആൻഡ് ഇച്ചിങ് ആണ്. ഇത് 50 ml ആണ് പ്രോഡക്റ്റ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് $4.99 ആണ്. $4.99 50 ml ഈ പ്രോഡക്റ്റ് വർക്ക് ആവുന്നുണ്ട്, അതുകൊണ്ട് ഇത് വേർത്താണ്. പിന്നെ നമ്മളൊരു 4-5 യൂസ് കഴിയുമ്പോഴത്തേക്കും ഇത് തീരും. ലൈക്ക് നമ്മൾ ഇത് സ്കാൽപ്പിൽ തേക്കുന്നതാണ്. അപ്പോൾ സ്കാൽപ്പ് ഫുള്ള് തേക്കുമ്പോഴത്തേക്കും ഒരു യൂസിൽ തന്നെ ഒരു 4-5 യൂസ് ആകുമ്പോഴത്തേക്കും തന്നെ ഇത് ഏകദേശം തീരാറാവും. ആൻഡ് ഇത് വന്നിട്ടൊരു വാട്ടറി ടെക്സ്ചറാണ്, ഓയിലി അല്ല. ഇതൊരു വാട്ടറി ടെക്സ്ചർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് ഇതാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ബോട്ടിൽ. ഇത് തീർന്നു. ഇതിപ്പം ഏകദേശം പകുതിയായിട്ട്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് 1 മണിക്കൂർ ഇട്ടേക്കണം. ഇതിനൊരു സ്മെല്ലുണ്ട്. ഞാൻ എടുക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ നല്ലൊരു സ്മെല്ല് അറിയാൻ പറ്റുന്നുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ട് ഇതിന്. ഈ സ്മെല്ലുള്ളത് കൊണ്ട് ഇത് ഈ 1 മണിക്കൂർ ഇടുന്നത് കൊണ്ടും ചിലർക്കത് ഇറിറ്റൻ്റ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ അല്ലാത്തവർക്ക് ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്കിത് ഇതുവരെ ഇറിറ്റേഡ് ആയിട്ടില്ല. ആദ്യം സ്കാൽപ്പിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് 1 hour സ്കാൽപ്പിൽ ഇട്ടേക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസിങ് ഷാമ്പൂ. ഞാൻ മോയ്സ്ചറൈസിങ് ഷാമ്പൂ എന്ന് പ്രത്യേകിച്ചും പറയാനുള്ള കാരണം ബിക്കോസ് ഫ്ലേക്സ് വരുന്നുണ്ടെങ്കിൽ അത് ഡ്രൈ സ്കാൽപ്പ് ഉള്ളത് കൊണ്ടാണ്. അപ്പം ഈ ഡാൻഡ്രഫിന് വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനുശേഷം യൂസ് ചെയ്യേണ്ടത് മോയ്സ്ചറൈസിങ് ഷാമ്പൂ ആയിരിക്കണം. അപ്പോൾ ഒരു മോയ്സ്ചറൈസിങ് ഷാമ്പൂ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 1 hour മുന്നേ എങ്കിലും സ്കാൽപ്പിൽ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിതിൽ റിവ്യൂസിൽ ചിലതിൽ കണ്ടതിൽ അവർക്ക് 1 hour ഇട്ടപ്പോൾ ചിലവർക്ക് തലവേദനയൊക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇൻ കേസ് ഇഫ് യു ഗെറ്റ് ഹെഡേക്ക് ഓർ സംതിങ്, 1 hourന് പകരം ഒരു അരമണിക്കൂർ വല്ലതും ഇട്ടിട്ട് ഷാമ്പൂ ചെയ്ത് കളഞ്ഞാൽ മതി. ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഉണ്ടായത്. എൻ്റെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയി, ഒരുപാട് ഫ്ലേക്സ് വന്നിട്ട് ഭയങ്കര ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ തന്നെ, ചൊറിയുമ്പോൾ തന്നെ നല്ലപോലെ വെള്ളപ്പൊടി ഇങ്ങനെ വീഴും. അത്രയ്ക്ക് ബാഡായിരുന്നതിൽ ഞാനിത് യൂസ് ചെയ്തപ്പം എനിക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടായത്. എൻ്റെ കംപ്ലീറ്റ് ഫ്ലേക്കി സ്കാൽപ്പ്, കംപ്ലീറ്റ് ഫ്ലേക്സും ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ അത് പോയായിരുന്നു. ഇനി നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ടും അതും ഒരു ആൻറ്റി ഡാൻഡ്രഫ് സ്കാൽപ്പ് സിറമാണ്. പക്ഷേ ഇത് പോസ്റ്റ് വാഷിന് ശേഷമുള്ളതാണ്. പോസ്റ്റ് വാഷിന് ശേഷം നമ്മൾ ഹെയർ സിറംസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മൾ ഹെയർ സിറംസ് ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്ക് ഒരു സ്കാൽപ്പ് സിറം ഹെയർ വാഷിന് ശേഷം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഡീകൺസ്ട്രക്റ്റിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് സ്കാൽപ്പ് സിറം. ഇതും ആൻറ്റി ഡാൻഡ്രഫ് സിറമാണ്. ഫോർ ഓൾ സ്കാൽപ്പ് ടൈപ്സ് എന്ന് അവർ പറയുന്നുണ്ട്. ഇതിലവർ മെൻഷൻ ചെയ്യുന്നത് ഡാൻഡ്രഫിനെയും ഫ്ലേക്സിനെയും ഇത് ഫൈറ്റ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ഇറിറ്റേറ്റഡ് ആൻഡ് ഇച്ചി സ്കാൽപ്പിനെ സൂത്ത് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഓൾട്ടർനേറ്റ് 3 days ആയിട്ടാണ് ഹെയർ വാഷ് ചെയ്യാറ്. അപ്പം ആദ്യം ഹെയർ വാഷ് കഴിഞ്ഞൊരു 2 days കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് തലയിലൊക്കെ ഒരു ഫ്ലേക്സ് വന്ന് തുടങ്ങും. അങ്ങനെ വന്ന് തുടങ്ങുമ്പം ഞാൻ ഇതിട്ടിട്ടാണ് ഞാൻ പുറത്തോട്ടൊക്കെ പോവാറ്. ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് സൂസ് ഇറിറ്റേറ്റഡ് ആൻഡ് ഇച്ചി സ്കാൽപ്പ്. ഇറ്റ് റിയലി ഡസ് വർക്ക്
ബിക്കോസ് ഞാൻ ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് ചൊറിച്ചിൽ വരുമ്പോൾ ഇടുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ആശ്വാസം കിട്ടാറുണ്ട്, ആ ചൊറിച്ചിലൊക്കെ മാറാറുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിൽ ഇത് നല്ലതാണ്. പ്രോഡക്റ്റ് കുറച്ച് തിക്കാണ്, ഒരു ഗൂയി ടെക്സ്ചറാണ്, എന്നുവെച്ചാൽ ഒരു ഓയിലി ടെക്സ്ചർ എന്നല്ല, ഒരു ഗൂയി ടെക്സ്ചറാണ് ഇതിലുള്ളത്. എനിക്ക് ഒരു പ്രശ്നം ഇതിൽ വരുന്നത് ഇതിൻ്റെ പാക്കേജിങ്ങിലാണ്. ഷോ ചെയ്താണ് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെയാണ്, പക്ഷേ ഇതിൻ്റെ പ്രശ്നം വരുന്നത് ഇങ്ങനൊരു ടെക്സ്ചറാണ്. ഈ പ്രത്യേകിച്ച് ഇങ്ങനൊരു നോബ് വെച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം അങ്ങനെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പം ഇത് നമ്മുടെ സ്കാൽപ്പിലോട്ട് വീഴുന്നുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാകാൻ പറ്റുന്നില്ല, കാരണം ഇത് നല്ലപോലെ പ്രസ് ചെയ്യണം. അപ്പം ഈ ഒരു നോബ് അവർ കൺവീനിയൻസിന് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ പ്രോഡക്റ്റ് വരുന്നത് ഇത്തിരി പാടുപെട്ടിട്ടാണ്, നമ്മൾ നല്ലപോലെ പ്രസ് ചെയ്യണം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 599 ആണ് ഫോർ 100 ml. സ്കാൽപ്പ് ട്രീറ്റ്മെൻറ്റിന് നല്ലതായതുകൊണ്ടും അത് വർക്കാവുന്നത് കൊണ്ടും വെർത്താണ്. നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്, ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലൊരു പ്രോഡക്റ്റാണ്. അടുത്തതും ഒരു മിസ്റ്റാണ്, സോപ്പ് സ്ക്വയറിൻ്റെ റോസ്മെരി ഹൈഡ്രോസോൾ സ്കാൽപ്പ് ആൻഡ് ഹെയർ മിസ്റ്റാണ്. ഇതൊരു പോസ്റ്റ് വാഷ് സെറോ ആണ്. കുളിച്ചതിന് ശേഷം നമുക്ക് ഇത് സ്പ്രേ ചെയ്യാവുന്നതാണ് തലയിലും സ്കാൽപ്പിലുമൊക്കെ. ഇത് മെയിനായിട്ടും റീവൈറ്റലൈസ്, നറിഷ് ആൻഡ് സൂത്ത്. ഇത് ഞാൻ വാങ്ങിക്കാനുള്ള കാരണം ഇതിൽ റോസ്മെരി അടങ്ങിയിട്ടുണ്ട്. റോസ്മെരി ഡാൻഡ്രഫ് അല്ലെങ്കിൽ ഇച്ചി സ്കാൽപ്പിനെ നല്ലപോലെ മാറ്റുന്നതാണ്. ഞാനിത് വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ കുപ്പിയാണ്. ആദ്യം ഞാനിത് സോപ്പ് സ്ക്വയറിൽ നിന്ന് വാങ്ങിച്ചപ്പം ഇങ്ങനെയായിരുന്നു അവരുടെ പാക്കേജിങ്. ഇത് ഗ്ലാസ് ബോട്ടിലാണ്, അതിൽ നിന്ന് മാറി ഇതിപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലായിട്ടുണ്ട്. രണ്ടും 100 ml തന്നെയായിരുന്നു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 399 ആണ്. 100 ml കിട്ടുന്നത്. നല്ലൊരു പ്രോഡക്റ്റാണ്. ഇതും പോസ്റ്റ് വാഷിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റാണ്, പക്ഷേ ആ പ്രോഡക്റ്റ് ഇപ്പം എൻ്റെ കയ്യിലില്ല. ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ ആ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളൂ. അതൊരു വീഗൻ ബ്രാൻഡാണ്. ഇതെല്ലാം വീഗൻ ബ്രാൻഡാണ്. ട്രൂ ഫ്രോക്കിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ആണ്. അത് ഭയങ്കര വെർത്തായിട്ടുള്ളൊരു ഷാമ്പൂ ആണ്. ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ എന്ന് പറയുമ്പം കുറച്ച് സ്ട്രോങ് ആയിരിക്കും. സ്കാൽപ്പിലുള്ള ആ ഓയിലിനെസ് ഒക്കെ സ്ട്രിപ്പ് ചെയ്ത് കളയുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു ഷാമ്പൂ എന്ന് പറയുമ്പോൾ കുറച്ച് ജെൻറ്റിലാണ്. അത് മറ്റുള്ള ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ജെൻറ്റിലാണ്. അത് വലുതായിട്ട് സ്ട്രിപ്പ് ചെയ്ത് കളയുന്നില്ല, എന്നാൽ മോയ്സ്ചറൈസർ അവിടെ നിർത്തുന്നുമുണ്ട്, പക്ഷേ ഫ്ലേക്സ് അല്ലെങ്കിൽ ഡാൻഡ്രഫിനെ മാറ്റുന്നുമുണ്ട്. അങ്ങനെ നല്ല പ്രോഡക്റ്റ് ആയിരുന്നു. അത് ക്വാണ്ടിറ്റി 200 ml എന്തോ ഉണ്ടായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. കുറേ കാലം ലാസ്റ്റ് ചെയ്ത പ്രോഡക്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ അത് വാങ്ങിച്ചില്ല, അതെനിക്ക് ഇനിയും വാങ്ങിക്കണമെന്നുണ്ട്. അപ്പം ആ ഒരു പ്രോഡക്റ്റും നല്ലൊരു പ്രോഡക്റ്റാണ്. നമ്മുടെ സ്കാൽപ്പിലുള്ള ഓയിലിനെ ഒരുപാട് സ്ട്രിപ്പ് ഓഫ് ചെയ്ത് കളയില്ല. അതുകൊണ്ട് തന്നെ ഡ്രൈ ഹെയറിനും അത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് വർക്കായ പ്രോഡക്റ്റാണ്. സോ അത്രയേ ഉള്ളൂ. ഈ 4 പ്രോഡക്ട്സും എൻ്റെ ഡ്രൈ സ്കാൽപ്പിനെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സാണ്. ഡ്രൈ ഹെയർ ആൻഡ് സ്കാൽപ്പിന് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ മോയ്സ്ചറൈസിങ് ഷാമ്പൂസിനെ പറ്റി ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരും. അതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസിങ് ഷാമ്പൂസിൻ്റെ കളക്ഷൻസൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ശരി, ബൈ.